എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ശ്രീവരലക്ഷ്മി എന്ന് പറയുന്ന പ്രസിദ്ധമായ ദീക്ഷിതർ കൃതി ഒന്ന് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഒരു കീർത്തന സെഷനിൽ നമ്മൾ വാതാപി ഗണപതി ദീക്ഷിതർ എന്ന കൃതിയാണ് വാതാപി ഗണപതി നോക്കിയിരുന്നു. ശ്രീവരലക്ഷ്മി എന്ന് പറയുന്ന ശ്രീരാഗത്തിൽ, രണ്ടും ശ്രീ തന്നെയാണ്, ശ്രീരാഗത്തിലുള്ള ശ്രീവരലക്ഷ്മി എന്ന കൃതി നോക്കാം. ദേവി കൃതിയാണ്. മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ച് പറയണം, അദ്ദേഹം തികഞ്ഞൊരു ദേവി ഭക്തനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ആ രാഗത്തിന്റെ സത്തയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു ദീക്ഷിതരുടെ ഒരു കൃതി പഠിച്ചാൽ ആ രാഗത്തിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, അതിൽ നിന്ന് അതിന്റെ എസൻസ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപാരമായ സംഗതികളിലല്ല, ഇൻഡെപ്ത് ആയിട്ടുള്ള ചില ന്യൂവാൻസസ് അല്ലെങ്കിൽ ചില സട്ടിലായിട്ടുള്ള സംഗതീസ്. വളരെ ലളിതമാണ്, പക്ഷെ എന്നാൽ ഡെപ്തിലുള്ള ചില കാര്യങ്ങൾ ഡെപ്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള കൃതികളാണ്. അപ്പം അതിലൊന്നാണ് ശ്രീരാഗത്തിലുള്ള ശ്രീവരലക്ഷ്മി. ശ്രീരാഗം എന്ന് പറയുന്നത് ഘനരാഗങ്ങളിൽ പെടുന്ന ഒരു രാഗമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും ഘനരാഗ പഞ്ചരത്നം. പഞ്ചരത്നത്തില് എന്തരോ മഹാനുഭാവലു എന്ന പ്രസിദ്ധമായ ത്യാഗരാജ കൃതി ഈ രാഗത്തിലാണ്. ഘനരാഗ പഞ്ചരത്നം, 5 ഘനരാഗങ്ങളിലാണ് പഞ്ചരത്നം ചെയ്തിരിക്കുന്നത്, 5 കൃതികൾ. അതിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് എന്തരോ മഹാനുഭാവലു. ശ്രീരാഗത്തിന്റെ ആരോഹണ അവരോഹണം ആദ്യം നോക്കാം. സാനി പമരെ ഗരെ സരി മപനി സാനി പമരെ ഗരെ സ. മറ്റൊരു വേർഷൻ ഉണ്ട്, സനി പദനി പമരെ ഗരെ സ. അതും അപ്പൊ ദീക്ഷിതരുടെ സമ്പ്രദായത്തിലും അതുപോലെ ത്യാഗരാജ സമ്പ്രദായത്തിലും 2 തരത്തിലാണ് ശ്രീരാഗത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. ത്യാഗരാജ കൃതികളിൽ ഈ ഒരു പ്രയോഗം സനി പദനി പമരെ ഗരെ സ കുറവായിരിക്കും. അത് ഈ എന്തരോ മഹാനുഭാവം എടുത്താലും അതിൽ ഈ ഒരു പദനി പമരെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അതിലെ ചരണത്തില് അല്ലെങ്കിൽ ചിട്ടസ്വരങ്ങളും അതുപോലെ സ്വര സാഹിത്യങ്ങളും എല്ലാം ഒരിടത്തും ഈ ഒരു പ്രയോഗത്തിനെ നമുക്ക് വിസിബിൾ ആക്കാൻ ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് 2 സമ്പ്രദായങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്, രണ്ടിനും ബ്യൂട്ടി ഉള്ളതാണ്. ആ പദനി പമ എന്നുള്ള പ്രയോഗം ഇല്ലാതെ തന്നെ രാഗത്തിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഈ എന്തരോ മഹാനുഭാവൻ പോലുള്ള കൃതികളിൽ, ത്യാഗരാജ കൃതികളിൽ. സരി മപനി സരി സനി പമരി ഗരി സരി മപനി സരി രി ഗരി രി സനി സരി രി ഗരി രി ഗരി സനി സരി സനി പ മവരി മരി പമനി പസാനി പമരി ഗരി രി സനി. കണ്ടോ, അവിടെ എവിടെയും ഈ പദനി പമ എന്നുള്ള പ്രയോഗമില്ല. സരി മപനി സരി ഗരി സനി സരി ടിനി സ ബനി നി മപ പരി മപനി സരി ഗരി സനി വ പനി സരി ടിരി രി ഗരി സനി സരി ഗരി സനി രി സരി നി സ പനി സ പദനി പമരി ഗരി സരി മപനി സ. പദനി പമ ഇല്ല. പദനി പമ ഉപയോഗിച്ച് വായിക്കാം, പാടാം. സരി രി മപനി സരി ഗരി സനി പദനി പമരി ഗരി സ. കണ്ടോ, ഇത്തരത്തിലും പ്രയോഗിക്കാം. അപ്പോൾ 2 സമ്പ്രദായങ്ങളാണ്, രണ്ടും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കൃതിയിലേക്ക് വരാം. ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം. അപ്പോൾ ആരോഹണം അവരോഹണം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. സരി മപനി സനി പമരി ഗരി സ അല്ലെങ്കിൽ സനി പദനി പമരി ഗരി സ. വിച്ച് എവർ ഈസ് സ്യൂട്ടബിൾ. 2 രീതിയിലും നമ്മൾ വായിക്കാൻ അറിഞ്ഞിരിക്കണം. കാരണം ഈ 2 പ്രയോഗങ്ങളും ഈ രാഗത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കീർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രാഗം ഒന്ന് കുറച്ച് വായിച്ചു നോക്കാം. ആരോഹണം അവരോഹണം എല്ലാവർക്കും അറിയാം. സരി മപ ഈ പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ മതി. നീ ഒന്ന് എനിക്ക് വായിക്കണം. സായിൽ നിന്ന് നീയിലേക്ക് ഗ്ലൈഡ്. സാനി പമരെ ഗരി സ. ആ നീ വരുമ്പോ ഗ്ലൈഡ്, ചെറിയ ഗ്ലൈഡ് പോകുക. സനി പമ രിഗരിസ എന്നേ വായിക്കാവുള്ളൂ. സനി പമ ഗരിസ എന്ന് ഒരിക്കലും വായിക്കരുത്. കാരണം രാഗം
കംപ്ലീറ്റ്ലി മാറിപ്പോവും. മണിരംഗം എന്ന രാഗത്തിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വായിക്കരുത്. സനി പമ രീ ഗരി സ. ഓക്കെ, റിഗരി വരാം, പക്ഷെ ഗ ആസച്ച് എടുത്ത് അങ്ങനെ സനി പമ ഗ എന്ന് വായിച്ചാൽ രാഗം മണിരംഗാവും. അപ്പൊ ആ ഒരു അബദ്ധം വരാതെ എല്ലാവരും നോക്കുക. പിന്നെ മറ്റൊരു ആരോഹണം സനി പദനി പമ. പദനി വരും, പദ ശ്രീ എന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. രീ ഗം രീ. താളം രൂപകമാണ്. രൂപകം എന്നാൽ 2 അടി 1 വീഴ്ച. നമ്മൾ സപ്തതാള അലങ്കാരങ്ങളിൽ പഠിച്ചാണ് രൂപകത്തിന്റെ മറ്റൊരു വേർഷൻ, അതായത് ഫുൾ ആയിട്ടുള്ള വേർഷൻ. അതായത് ത ക ത ക ധി മി. ഇത് നമ്മൾ ഷോർട്ടാക്കി പിടിച്ചാൽ ത ക ത ക ധി മി, ത ക ത ക ധി മി. ഇങ്ങനെ പിടിക്കണം. തക ധി മി, 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 ധീമി തക്ക ധീമി തക്ക ധീമി. 12 എന്നൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെയാണ്. തക്ക ധീമി തക്ക ധീമി തക്ക. ഇത് ഇരട്ടിയാണ്. 6 നമ്മൾ കൗണ്ട് പറയുന്നത് ചതുസ്വര ജാതി രൂപക താളത്തിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഇരട്ടിയാണ്. 12 6 നമ്മുടെ കൗണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയാണ് നമുക്ക് സാധാരണ റെഗുലർ കൃതികളിനകത്ത് രൂപകതാളം ഉപയോഗിക്കും. ഫസ്റ്റ് ലൈൻ ശ്രീവരലക്ഷ്മീ നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മീ നമസ്തുഭ്യം വസുപ്രദേ. ഫസ്റ്റ് ലൈൻ്റെ സ്വരം രീ ഗരി സ നി പ പ നി സ രീ ഗരി സ സ രീ ഗരി സ സ നി പ പ നി സ രി സ സ നി നി സ ടി. നോക്കാം. തേർഡ് സ്ട്രിംഗ് തുടങ്ങാം. രീ ഗരി ഗരി വായിക്കുമ്പോൾ ചെറുവല്ല് ചെറുതായിട്ട് അടിച്ച് വായിക്കണം. രീ ഗം രീ മായുടെ അവിടെ ചെറുതായിട്ട് ചെറുവല്ല്.
ചൂണ്ടുവിരൽ കൊണ്ട് വായിച്ചാൽ നന്നായിരിക്കും. തേർഡ് സ്ട്രിങ്ങില് ചൂണ്ടുവിരൽ സ, നടുവിരൽ രീ, നമ്മ നീ പ സ്തൂഭ്യം. പനിസ എന്നുള്ളത് നമ്മൾ ഇപ്പൊ എന്റെ വെല്ല് കാണുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും ആ ഗമകം വായിക്കാൻ. പ സനി സ, സായിൽ നിന്ന് നീലേക്ക് ഒരു ഗ്ലൈഡ് ആണ്. പനി, നീ ഈസ് ദ സപ്പോർട്ട് ഓഫ് സ. പനി സ. ഇവിടെ രീ ഗമ രീ സ സ നമ്മ നീ നീ പ പനി സ. അങ്ങനെ വായിക്കാൻ അത് ഇച്ചിരി വൃത്തിയായിട്ട് നമുക്ക് ഇതായിരിക്കും തോന്നുന്നത്. സായുടെ വിലയുടെ പാസനി സ. വസു പ്രദേ ചെറുവല്ല നമ്മുടെ നടുവരല്, സോറി അണിവരല് അടിച്ച് വായിച്ചാൽ നന്നായിരിക്കും. അണിവരല് ജസ്റ്റ് അകത്തൊന്നും അടിക്കണം, ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ടച്ച്, ഒരു അനുസ്വരം. അങ്ങനെ അടുത്തത് ശ്രീവര രേ ശ്രീവര രീസ. ചെറിയ ഗായിൽ നിന്ന് അനക്കി വായിക്കാം. ശ്രീവരല നിസരിഗരി എന്നുള്ളത് ഈ ഒരു രീയുടെ വലുത് തന്നെ അനക്കി വായിച്ചാലും മതി, രീഗരി അടിച്ചാലും മതി. കുറച്ചും കൂടെ വൃത്തിയാണ് രീയുടെ വല്ല അനക്കി വായിച്ചാൽ. സ്തോത്രോഭ്യം പഗ്നേസ വസോ വസോ പ്രദേശം. Next line. Shri Sarasapade Sagrini Sa. ചെറിയായിട്ട് ഗാഢ വല്ലടിച്ച് ലീവ് ആയിക്കണം. റിമപ്പനി ശ്രീ സരസപദേ രസപദേ പസനി സ രസപദേ പസനി ഗമകം സപദേ നിസനി പദേ മവനി ഭവേ പദേ രീമരി രീസ. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു യതി എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. യതികൾ പാറ്റേൺസ്. ആ യതിയിൽ രണ്ട് തരം യതിയുണ്ട്, ഗോപുഛേദിയും സ്രോതോപഹേദിയും.
ഗോപുച്ഛേദി എന്ന് പറഞ്ഞാൽ സ്വരം പാറ്റേൺസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സ്വര പാറ്റേൺസ് ആണ് ഗോപുച്ഛേദി. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ കുറഞ്ഞു വരുന്നതാണ് ഗോപുച്ഛേദി, പശുവിന്റെ വാല് പോലെ ഇരിക്കും എന്ന്. മറ്റൊന്ന് സ്രോതോവഹേതി, നമ്മുടെ ജലസ്രോതസ്സുകൾ എങ്ങനെ ഒരു സാഗരത്തിലേക്ക് പോകുന്നു, ചെറിയ ചെറിയ അരുവികളായിട്ട് വന്ന് ആറുകള് അങ്ങനെ കായല് അങ്ങനെ വന്ന് സാഗരത്തിൽ ചെന്ന് പതിക്കുന്ന പോലെ ഇൻക്രീസിങ് ആയിട്ട് പോകുന്ന ഒരു സ്വര പാറ്റേൺസ് ആണ് സ്രോതോവഹേതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സരി സരിമ സരിമപ സരിമപനി സരിമപനി എന്ന് പറയുന്ന ഇൻക്രീസിങ് ഇങ്ങനെ പോകും, ഇൻക്രീസിങ് വൈഡായിട്ട്. അപ്പോ ഇതില് ശ്രീ സരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ സാരസപദേ രസപദേ പദേ പദേ ശ്രീ സാരസപദേ രസപദേ പദേ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു 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 വരുന്നു. അപ്പൊ ആ ഒരു ഗോപുച്ഛേദിയുടെ ഒരു പാറ്റേൺ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രീ സരസപദേ രസപദേ സപദേ പദേ പദേ. ആ ലൈൻ കൂടെ വായിക്കാം. സഗരീനി സ റിമപ്പനി രസപദേ സപദേ നിരസനി പദേ മവനി മവനി രി ഗരി സ. അടുത്ത സംഗതി ശ്രീവരല ഹിമവനി തനി മഗരിസ രിമപനി രിമപനി രിമപയ രിമപനി തനി പമ നിധരി ഗിരിധ നിധരി സരിപ സഗരി സ പാരസനീസ റിമപനി സനി പമ ഗരിസ നിധരി ഗിരിധ നിധരി സരിപ പാരസനീസ വസോ പ്രദേ. ഇനിയാണ് സെക്കൻഡ് സ്പീഡ്. ശ്രീ രസപദേ രസപദേ ജിനി സ ടിമപനി പസനി സ സബ് സരിപ സബ സനിപ സനിപാനി മഗരി ഗരിസ ശ്രീവരലയ